ഹായ്, എല്ലാവർക്കും കുടുംബശ്രീ ശാരദയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. കുറുപ്പ് സാർ വന്ന് ശാരദാമ്മയോട് ചോദിക്കുകയാണ്, ശാരദാമ്മേ, പായസവും മറ്റ് ഐറ്റംസും എല്ലാം ഒക്കെ ഉണ്ടല്ലോ അല്ലേ? അത് കേട്ട് മെമ്പർ പറയുകയാണ്, പിന്നെ അതില്ലാതെ എന്തോന്ന് ഭക്ഷ്യമേള? സാറൊന്ന് കഴിച്ചു നോക്കിയിട്ട് വേണം ഇവിടെ നിന്നും പോകാൻ. ഷുഗർ ഒന്നും ഇല്ലല്ലോ കുറുപ്പ് സാറിന്? ഏയ്, എവിടെന്ന്? ഇനിയിപ്പോ ഷുഗർ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ശാരദാമ്മയുടെ കൈപുണ്യം ആരെങ്കിലും വേണ്ടാന്ന് വയ്ക്കുമോ? പിന്നല്ലാതെ, ഇത് നമ്മുടെ കുടുംബശ്രീയുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അല്ലേ? ഇത് നമ്മൾ പൊളിച്ചടുക്കുമെന്ന് ഉറപ്പല്ലേ? അന്നേരം മെമ്പറുടെ മുഖഭാവം മാറുകയാണ്. അന്നേരം ശാരദാമ്മ ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ്, അല്ല കുറുപ്പ് സാറേ, ഇതുകൊണ്ടൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച പ്രയോജനം ഉണ്ടാകുമോ? ഉണ്ടാകും ശാരദാമ്മേ, ഇതിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ട് വേണം ഈ കുടുംബശ്രീ ഹോട്ടൽ നമുക്ക് പഴയതുപോലെ ആക്കാൻ. രാജിയുടെ സർജറി നടത്താനുള്ള വകുപ്പും നമുക്ക് സ്പോൺസർഷിപ്പായി കണ്ടുപിടിക്കണം. കുറുപ്പ് സാറിന്റെ സംസാരമൊക്കെ കേട്ട് ശാലിനി പറയുകയാണ്, അതെ, ഇതൊക്കെ നടന്നിട്ടേ നമുക്ക് നടന്നെന്ന് പറയാൻ പറ്റൂ. ചുറ്റും ഒന്നാം തരം ശത്രുക്കൾ എന്തു ചെയ്യണമെന്നറിയാൻ വേണ്ടി നോക്കി കാത്തിരിക്കുകയാണ്. നേരെ മെമ്പർ മനസ്സിൽ കരുതുകയാണ്, അതേടി, ഇവിടെ കാത്തിരിക്കുകയാണ്. ഇവിടെ ആഘോഷം ഒന്ന് തുടങ്ങിയിട്ട് വേണം ഞാൻ കൊണ്ടുവന്ന നഞ്ച് പായസത്തിൽ കലക്കാൻ. അന്നേരം അർജുൻ പറയുകയാണ്, അതെ, ഇത് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ശാലിനി നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട. നടക്കും. നാട്ടിലെ നിർധനർക്കും അഗതികൾക്കും കൈയൊഴിച്ച് സഹായിച്ചിരുന്ന ശാരദാമ്മയ്ക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നല്ല മനസ്സുള്ളവർ കൂടെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പു തന്നെയാണ്. പിന്നെ ഇവിടെ ഈ കാണുന്ന പ്രാഥമിക ചെലവുകളൊക്കെ ഞങ്ങൾ കയ്യിൽ നിന്നും പിരിച്ചതാണ് കേട്ടോ. നമുക്കാദ്യം അവരുടെ കാശ് തിരിച്ചു കൊടുക്കണം. അത് കേട്ട് ചിരിച്ചുകൊണ്ട് വക്കീലിന്റെ തോളിൽ തട്ടിക്കൊണ്ട് രാജീവ് പറയുകയാണ്, എന്റെ വക്കീൽ സാറേ, അതൊന്നും പേടിക്കേണ്ട. ഇരട്ടിയായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും. അതിന് മാത്രം പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ. ശാരദാമ്മ ഒരുക്കുന്ന ഭക്ഷ്യമേള എന്ന് പറഞ്ഞാൽ ആളിങ്ങോട്ട് ഒഴുകിയെത്തത്തില്ലേ? കുറുപ്പ് സാറും പറയുകയാണ്, ഈ കുട്ടികളുടെ ഉത്സാഹം കൊണ്ടാണ് കേട്ടോ ഇത് ഇത്രയും വേഗം സംഘടിപ്പിക്കാൻ പറ്റിയത്. പ്രത്യേകിച്ച് ആളായിട്ടും അക്കമായിട്ടും ഏറ്റവും കൂടുതൽ സഹായിച്ചത് ദേ അയാളാണ് എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ചൂണ്ടിക്കാട്ടുകയാണ് കുറുപ്പ് സാർ. ദാസനോടും കമലിനോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് അടുത്തേക്ക് ചെല്ലുകയാണ് ശാലിനി. എന്നിട്ട് വിളിക്കുകയാണ്, അതെ, കുറുപ്പ് സാറ് പറഞ്ഞത് ആളായിട്ടും അർത്ഥമായിട്ടും ഇയാള് വലിയ സഹായമാണെന്നാണല്ലോ. ഇയാൾക്ക് എവിടെന്നാ ഇതിന് മാത്രം പണം? ജോലിയൊന്നും ഇല്ല എന്നല്ലേ ഇയാൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്? ദാസനും കമലിനും വിഷ്ണുവും ഒക്കെ ഒന്ന് പരിശ്രമിച്ച് പരസ്പരം നോക്കിയ ശേഷം വിഷ്ണു വിക്കി പറയുകയാണ്, അതെ, ലോട്ടറി അടിച്ചതാണ്. നമ്മൾ വിചാരിക്കാതെ കിട്ടിയ പണമല്ലേ? അപ്പൊ പിന്നെ ഇയാളെ ഒന്ന് സഹായിക്കാമെന്ന് കരുതി. അല്ല, കച്ചവടമൊക്കെ പൊടിപൊടിച്ചിട്ട് കൂടുതൽ കിട്ടിയാലേ നമുക്കത് പലിശ ഉൾപ്പെടെ തിരികെ വാങ്ങാമല്ലോ. അത് കേട്ടൊന്ന് പലിശയോന്ന് ചോദിക്കുകയാണ് ശാലിനി. പെട്ടെന്ന് ദാസൻ പറയുകയാണ്, പലിശയല്ല, പായസം. അതാണ് ആശാൻ ഉദ്ദേശിച്ചത്. എല്ലാവരുടെയും ഈ വിക്കിയുള്ള പറച്ചിലൊക്കെ കേട്ട് ഒന്ന് നോക്കുകയാണ് ശാലിനി. അല്ലേ ആശാൻ എന്ന് ദാസൻ ചോദിക്കുമ്പോൾ, അതെ അതെ, പായസം എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് വിഷ്ണു. നാക്കിലെ വശപ്പിശക് എന്ന് പറയുകയാണ് വിഷ്ണു. ക്ഷമിക്കുക എന്നൊക്കെ വിക്കി വിഷ്ണു പറയുമ്പോൾ അതൊക്കെ കേട്ട് ചിരിക്കുകയാണ് ശാലിനി. അതേസമയം ACPയും അവിടേക്ക് എത്തുകയാണ്. കുറുപ്പ് സാർ, ഗുഡ് മോർണിംഗ് മാഡം എന്ന് ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ACP പറയുകയാണ്, അമ്മാവൻ കളിയാക്കേണ്ട. ഒഫീഷ്യലായിട്ടല്ല, വെറും ഫ്രണ്ട്ലി ആയിട്ടാണ് എന്റെ ഈ വിസിറ്റ്. അതെ, എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പാത്രങ്ങളൊക്കെ കുറെ ഉണ്ടല്ലോ. അതെ, നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ള എല്ലാ വിഭവങ്ങളും ഉണ്ട്. നമ്മുടെ വക്കീലിന്റെ ഐഡിയ വെച്ച് കോണ്ടിനെന്റൽ ഡിഷസ് വരെ. ശാരദാമ്മ പറയുകയാണ്, വെജിറ്റേറിയൻ വേണ്ടവർക്ക് പായസം കൂട്ടി വാഴയിലയിലുള്ള സദ്യ, ബുഫേ വേണ്ടവർക്ക് പാലപ്പവും ഉരുളക്കിഴങ്ങും തുടങ്ങി ചിക്കനും മട്ടനും ബിരിയാണി വരെ റെഡിയാണ്. പിന്നെ നെയ്ച്ചോറും ബീഫും ഫ്രൈഡ് റൈസും മറ്റു സാധനങ്ങളും ഒക്കെ വേറെ. പായസം വേണ്ടാത്തവർക്ക് ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡും ടേസ്റ്റിനനുസരിച്ച് വേറെ വേറെ തയ്യാറാക്കിയിട്ടുണ്ട്. ACP ചോദിക്കുകയാണ്, ചുരുക്കി പറഞ്ഞാൽ ഇവിടെപ്പോൾ ദീപം കൊളുത്തി ഉദ്ഘാടനം കഴിഞ്ഞാൽ കഴിക്കാൻ ആളിങ് വന്നാൽ മാത്രം മതി എന്നർത്ഥം. ഇതൊക്കെ കേട്ട് ചിരിച്ച് മെമ്പർ ഒന്ന് മനസ്സിൽ കരുതുകയാണ്, അതെ, വന്നത് തന്നെ. അതിനുള്ള പണിയൊക്കെ രാജേശ്വരിയും ബാലചന്ദ്രനും ചെയ്തു വച്ചിട്ടുണ്ട്. സാമ്പാറിലെ പാറ്റയുടെ കഥ നാടാകെ പാട്ടാണ്. ഹോട്ടൽ തകർന്നത് കൊണ്ട് പഴയതും പുളിച്ചതും ഒക്കെ ചേർത്ത് ഭക്ഷ്യമേള നടത്തുന്നത് എന്നാണ് അടിച്ചുവിട്ടിരിക്കുന്നത്. ആരാണ് വരുന്നതെന്ന് കാണണം എന്ന് വിചാരിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അപ്പോൾ പിന്നെ മാഡം തന്നെ തിരിയങ്ങ് കൊളുത്തിയാലോ? തിരിയൊക്കെ ഞാൻ കൊളുത്താം, പക്ഷേ ഭക്ഷണം കഴിച്ച് ഉദ്ഘാടനം നടത്താൻ എന്നെ നിർബന്ധിക്കരുത്. അത് നമ്മളാരും അല്ലാത്ത ഒരു യഥാർത്ഥ കസ്റ്റമർ തന്നെ വരട്ടെ, എന്നിട്ട് മതി. എന്താ, സമ്മതിച്ചോ? സമ്മതം എന്ന് പറഞ്ഞ് എല്ലാവരും ചിരിച്ച് കൈയടിച്ച് പാസ്സാക്കുകയാണ്. അതിനുശേഷം ACP തിരിതെളിക്കുകയാണ്. എല്ലാവരും കവാടത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്, ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത്. ശാരദാമ്മ പറയുകയാണ്, എന്താ കുറുപ്പ് സാറേ, ഇത് നേരം കുറെ ആയല്ലോ.
ആരെയും ഇങ്ങോട്ട് കാണാനും ഇല്ല. മെമ്പർ കരുതുകയാണ് അതിനുള്ള പരിപാടി ബാലചന്ദ്രൻ ചെയ്തു വച്ചിട്ടുണ്ട്. ശാലിനി പറയുകയാണ് ആരോ ഇടയ്ക്ക് നിന്ന് നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുടുംബശ്രീയുടെ പതിവുകാരെ പോലും ഇങ്ങോട്ട് കാണാനില്ലല്ലോ. മെമ്പർ ചോദിക്കുകയാണ് അതിനിപ്പോ ഇടയ്ക്ക് നിന്ന് ആര് കളിക്കാനാണ്? ഈ ഭക്ഷ്യമേളയുടെ കാര്യം ആൾക്കാര് അറിഞ്ഞിട്ടുണ്ടാകില്ല എന്നാണ് തോന്നുന്നത്. അർജുൻ പറയുകയാണ് നോ, നാട് മുഴുവൻ അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് പോയ എല്ലാ പത്രങ്ങളിലും നോട്ടീസ് വച്ചിട്ടുണ്ടായിരുന്നു. ലോക്കൽ ചാനലിൽ ഞങ്ങൾ പരസ്യം കൊടുത്തിട്ടുണ്ട്. FBയിലും ഇൻസ്റ്റയിലും പോസ്റ്റുകൾ വേറെ. അതിനപ്പുറം ഇനി എന്ത് പബ്ലിസിറ്റി ചെയ്യാനാണ്? വിഷമിച്ചുകൊണ്ട് ശാരദാമ്മ പറയുകയാണ് എന്ത് ചെയ്താലും നന്നാവാൻ വിധിയില്ല, അത്ര തന്നെ. എന്റെ കാര്യത്തിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓരോ കാര്യത്തിലും ഒരുപാട് മോഹിപ്പിച്ചിട്ട് അവസാന നിമിഷം ദൈവം അത് തിരിച്ചെടുത്തു കളയും. അത്രയും പറഞ്ഞ് ശാരദാമ്മയുടെ കണ്ണുകൾ നിറയുകയാണ്. മെമ്പർ ചോദിക്കുകയാണ് അല്ലേ ഇനിയിപ്പോ ഇത്രയും ഭക്ഷണം എന്തു ചെയ്യാനാണ്? നമ്മൾ കഴിച്ചാൽ തീരില്ലല്ലോ. കുഴിവെട്ടി മൂടേണ്ടി വരുമായിരിക്കും അല്ലേ? മെമ്പറുടെ സംസാരമൊക്കെ കേട്ട് ആകെ ദേഷ്യപ്പെട്ടു നിൽക്കുകയാണ് ശാലിനി. ശാരദാമ്മ ചോദിക്കുകയാണ് കുഴിവെട്ടി മൂടാനോ ഭക്ഷണമോ? അനാഥാലയത്തിലോ അഗതി മന്ദിരത്തിലോ കൊടുത്തുവിടാം. ഒരു മണി അന്നം കളയുക എന്ന് വെച്ചാൽ അത് മഹാപാപമാണ്. ഒരു പറ്റ് ചോറിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. രാജീവിനോടും അർജുനോടും വിഷ്ണുവിനോടും ശാരദാമ്മ ചെന്ന് തൊഴുതുകൊണ്ട് പറയുകയാണ് മക്കളെ, നിങ്ങൾ ഈ ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ കണ്ടകശനി ശാരദയുടെ നെറുകയിൽ നിൽക്കുകയാണെന്ന് തോന്നുന്നു. അത്തരക്കാരെ സഹായിക്കാൻ പോയാൽ അവർക്കും കിട്ടും അതിന്റെ ഒരു പങ്ക് എന്നാണ് പറയുന്നത്. ഏതായാലും നിങ്ങൾ ഓരോരുത്തരും മുടക്കിയ ചില്ലിത്തൊട്ടും ഞാൻ മടക്കിത്തരും, അതെന്റെ വാക്കാണ്, വിശ്വസിക്കാം. ഇത് കേട്ട് കുറുപ്പ് സാർ പറയുകയാണ് അതല്ലല്ലോ ശാരദാമ്മേ നമുക്ക് ഇപ്പോൾ ഇവിടത്തെ വിഷയം. ഭക്ഷ്യമേളയ്ക്ക് ആള് വരാത്തത് എന്താണെന്നാണ്. ദൃഢനിശ്ചയത്തോടുകൂടി വിഷ്ണു പറയുകയാണ് ആള് വരും ഉടൻ തന്നെ. അത് നോക്കിയെന്നും പറഞ്ഞ് പൂപ്പന്തലിലേക്ക് കൈ ചൂണ്ടുകയാണ് വിഷ്ണു. അന്നേരം അവിടേക്ക് ഒരു കാർ വന്ന് നിൽക്കുകയാണ്. അതിൽ നിന്നും ഇറങ്ങുകയാണ് രവിചന്ദ്രവർമ്മൻ. കാറിൽ നിന്ന് ഇറങ്ങിയ രവിചന്ദ്രവർമ്മനെ ഹലോ എന്ന് പറഞ്ഞ് കൈ കൊടുത്ത് കെട്ടിപ്പിടിക്കുകയാണ് വിഷ്ണു. അതിനുശേഷം വിഷ്ണു പറയുകയാണ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, ചെറിയ സ്ക്രീനിലും വലിയ സ്ക്രീനിലും ഒരുപാട് കണ്ടിട്ടുണ്ടാകും. ഞാൻ പ്രത്യേകം ക്ഷണിച്ചിട്ട് വന്നതാണ് ശാരദാമ്മയെ പരിചയപ്പെടുത്താൻ. അതിനുശേഷം ശാരദാമ്മയെ പരിചയപ്പെടുത്തുകയാണ് വിഷ്ണു. ഇതാണ് കുടുംബശ്രീ ശാരദാമ്മ. നമസ്കാരം പറഞ്ഞ് രവിചന്ദ്രവർമ്മൻ പറയുകയാണ് കുടുംബശ്രീ ശാരദാമ്മയെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. അതൊന്ന് രുചിച്ചറിയാൻ വേണ്ടി വന്നതാണ്. വന്നപ്പോൾ ഉത്സവമാണല്ലോ ഇവിടെ എന്ന് അവിടെയൊക്കെ നോക്കിയിട്ട് പറയുകയാണ് രവിചന്ദ്രവർമ്മൻ. ശാരദാമ്മ പറയുകയാണ് ശാരദാമ്മയുടെ കുടുംബശ്രീയൊക്കെ നിലം പൊത്തി സാറേ, ചില ഗുണ്ടകൾ ചേർന്ന് തല്ലി തകർത്തു കളഞ്ഞു. കുറുപ്പ് സാർ പറയുകയാണ് അതൊന്ന് നേരെയാക്കാനുള്ള പണം സ്വരൂപിക്കാനാണ് ഇവിടെ ഇങ്ങനെ ഒരു ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. ഏതോ സാമദ്രോഹികൾ ചേർന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകളെ തടയുകയാണെന്ന് തോന്നുന്നു. ഒരാള് പോലും വരുന്നില്ല ഇങ്ങോട്ട്. രവിചന്ദ്രവർമ്മൻ പറയുകയാണ് അതൊന്നും കാര്യമാക്കേണ്ട, ഉടൻ പരിഹാരമുണ്ടാക്കാം. ആദ്യം ഞാൻ തന്നെ കുറച്ചുപേരെ കഴിക്കാൻ ക്ഷണിച്ചാലോ? എന്റെ കുട്ടികളെ കമോണെന്ന് രവിചന്ദ്രവർമ്മൻ പറയുമ്പോൾ കുറെ കുട്ടികൾ ബൈക്കിൽ അവിടേക്ക് എത്തുകയാണ്. കമോൺ ഗൈസ് കമോൺ എന്ന് പറയുകയാണ് രവിചന്ദ്രവർമ്മൻ അവരോട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ആക്ച്വലി ഞങ്ങളൊരു സ്റ്റേജ് ഷോയ്ക്ക് പോകുന്ന വഴിയാണ്. അതിനിടയിൽ വിശപ്പടിച്ചപ്പോഴാണ് വിഷ്ണുവിന്റെ ക്ഷണത്തെ പറ്റി ഓർത്തത്. എന്നാ പിന്നെ ആഹാരം ഇവിടെ നിന്നും ആകാമെന്ന് കരുതി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഒരുമിച്ചൊരു ലൈവ് പോകുന്നു. കുടുംബശ്രീ ഭക്ഷ്യമേളയെ കുറിച്ചുള്ള അറിയിപ്പുമായിട്ട് ഒപ്പം ഞങ്ങളുടെ ഒരു ലൈവ് ഷോയും. അതൊക്കെ കേട്ട് ഏറെ സന്തോഷിക്കുകയാണ് എല്ലാവരും. വിത്തിൻ മിനിറ്റ് ആള് വരും ഉറപ്പാണല്ലോ എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. അതിനുശേഷം മൊബൈൽ ഓണാക്കി ലൈവ് പോവുകയാണ് രവിചന്ദ്രവർമ്മൻ പറയാണ് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷിജു ആണ്. പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞ് ഞാൻ മുൻപും നിങ്ങളുടെ മുൻപിൽ ലൈവ് വന്നിട്ടുണ്ട്. ബട്ട് ദിസ് ടൈം ദിസ് ഈസ് വെരി സ്പെഷ്യൽ. എന്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിലും ആഘോഷങ്ങളിലും ഒന്നുകൂടി നിങ്ങളുടെ മുൻപിൽ ഞാൻ പങ്കുവെക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ലൈവ് നിൽക്കുന്നത് ഒരു ഉത്സവത്തിന് ക്ഷണിക്കാനാണ്. എനിക്ക് കിട്ടിയ മധുരമായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഒരുപാട് യാത്രകൾ പോവുകയും കാഴ്ചകൾ കാണുകയും ഒരുപാട് വിഭവങ്ങളുമായി പരിചയപ്പെടുകയും ചെയ്ത ആളാണ് ഈ ഞാൻ. പുതുരുചികൾ തേടിയുള്ള യാത്രകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്, അതും പല പല രാജ്യങ്ങളിലായി. പക്ഷേ ഇപ്പോൾ തോന്നുന്നു ചോക്കുമലയിലിരിക്കുന്നവൻ ചോക്കന്വേഷിച്ചു പോകുന്നത് പോലെ ആയിപ്പോയി ആ യാത്രകളെന്ന്. ഇവിടെ ഇതാ നിങ്ങളുടെ സ്വന്തം വീട്ടുമുറ്റത്ത് രുചിയുടെ കലവറ, ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടൽ. ഇവിടെ നിരന്നിരിക്കുന്നത് കണ്ടല്ലോ എന്നും പറഞ്ഞ് ഭക്ഷണമൊക്കെ കാട്ടുകയാണ് ഷിജു. പലതരം രുചികളുടെ ഒരു പെരുമഴ. ഫ്രൈഡ് റൈസ്, ചിക്കൻ ബിരിയാണി, നെയ്ച്ചോറ് തുടങ്ങിയ പലതരം നോൺ വെജ് വിഭവങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. നാടൻ വാഴയിലയിലെ സദ്യ വരെ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു. ഓലനും തോരനും മുതൽ നമ്മൾ രുചിച്ചറിയുക മാത്രമല്ല അതിന്റെ രുചികളുടെ സാധ്യതയാണ്
ഇന്നിവിടുത്തെ പുതുമയെന്ന് ഞാൻ പറയും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: കൈകൾ കഴുകുക, കഴിക്കാനിരിക്കുക. വയർ മാത്രമല്ല, മനസ്സും നിറയും. അതെന്റെ വാക്ക്. തിരഞ്ഞെടുക്കുന്ന വിഭവങ്ങൾ ഏതായാലും മറ്റൊരു ഹോട്ടലിലും കിട്ടാത്ത ഒന്നുകൂടി ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും. അമ്മയുടെ കരുതൽ. അത്രയും പറഞ്ഞ് വരുമെന്നും പറഞ്ഞ് ശാരദാമ്മയെ അടുത്തേക്ക് പിടിച്ചു നിർത്തുകയാണ് ഷിജു. ശാരദാമ്മയുടെ കുടുംബശ്രീ. പ്ലീസ് കം ആൻഡ് എൻജോയ് ദ ഫുഡ്. ഇത് മ്യൂസിക് എന്ന് പറയുകയാണ് ഷിജു. അതിനുശേഷം അവിടെ പാട്ടും ഡാൻസും ഒക്കെ അരങ്ങേറുകയാണ്. എല്ലാവരും കൂടുകയാണ് ആ ഡാൻസിൽ. പാട്ടും ഡാൻസും ഒക്കെ തീരുമ്പോഴേക്കും കുടുംബശ്രീ ഭക്ഷ്യമേളയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുകയാണ്. എല്ലാവരും ഭക്ഷണം വിളമ്പുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എല്ലാവരോടും നന്ദി പറഞ്ഞ് ഷിജുവും ഫ്രണ്ട്സും അവിടെ നിന്നും ഇറങ്ങുകയാണ്. ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെടാതെ മെമ്പർ കരുതുകയാണ്, ഇതിപ്പോ മേള ഭയങ്കര വിജയമാവുന്ന ലക്ഷണമാണല്ലോ. ഇക്കണക്കിന് പോയാൽ ശാരദയെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അത് തന്നെ പോം വഴി. പ്ലാൻ എ പാളിയാൽ പ്ലാൻ ബി. രാജേശ്വരി പറഞ്ഞ പ്ലാൻ ബി അങ്ങ് നടപ്പാക്കി കളയാം. അത്രയും പറഞ്ഞ് ആരും ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറി പോവുകയാണ് മെമ്പർ. നേരം യാത്ര പറഞ്ഞ് മെമ്പറും ഇറങ്ങുകയാണ്. അല്ല, ACPയും ഇറങ്ങുകയാണ്. എന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ, ഞാൻ ഇറങ്ങുകയാണ്. ശാരദാമ്മ പറയുകയാണ്, വലിയ ഉപകാരം മോളെ, ഫ്രീ ആകുമ്പോൾ ഇനിയും വരണം. അകത്ത് പോയ മെമ്പർ ബാഗുമായി തിരികെ വരികയാണ്. അതിനുശേഷം ആരെയും ശ്രദ്ധിക്കാതെ പായസത്തിന്റെ അടുത്തേക്ക് ചെന്ന ശേഷം ബാഗിൽ നിന്നും വിഷക്കുപ്പിയെടുത്ത് പായസത്തിലേക്ക് വിഷം കലർത്തുകയാണ് മെമ്പർ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.